ഇന്നത്തെ ഗോസ്പല് ഒരു ആശ്വാസവും ഒരു ഉറപ്പുമാണ്. ആശ്വാസം ഇതാണ്: ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്ന ക്രിസ്തുവിൻ്റെ വാക്ക്. അത് മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യമാണ്. ചുറ്റും എന്തു തന്നെ സംഭവിച്ചാലും ഇനിയും മനസ്സമാധാനത്തോടെ ജീവിക്കണമെന്നൊരു തോന്നൽ. അതാണല്ലോ പരിശുദ്ധ കുർബാനയുടെ മധ്യേ നമ്മൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നത്. ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു സമാധാനത്തിന് കൂടെ നിൽക്കുന്നവനും അരികിൽ നിൽക്കുന്നവനൊക്കെ നൽകാനാകുമെന്ന് ഓർമ്മിപ്പിക്കുന്നൊരു സമാധാനം ക്രിസ്തു നിറച്ചിട്ടുണ്ട്. അത്രത്തോളം ഉള്ളിൽ സമാധാനം നിറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ പിന്നീടുണ്ടാകേണ്ട ഉറപ്പെന്താണെന്ന് ചോദിച്ചാൽ വീണ്ടും അവൻ വരും. വരാതിരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ക്രിസ്തു രണ്ടാമതും വരുമെന്നൊരു ഉറപ്പിൽ പുറത്തെന്ത് തന്നെ സംഭവിച്ചാലും ഉള്ളിലൊരു സമാധാനം സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വ ബോധ്യമാണ് ഇന്നത്തെ ഗോസ്പൽ നമുക്ക് നൽകുന്നത്. യേശു ഈ ഭൂമിയെ വിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിന് തൊട്ട് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. അത് മനുഷ്യർ നൽകുന്ന പോലെയല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന് എന്നേക്കുമായൊരു സമാധാനമാണ്. ഈ സമാധാനത്തിൻ്റെ പ്രത്യേകത നിങ്ങളുടെ ഹൃദയം ഒട്ട് മസ്യസ്ഥമാകേണ്ട ആവശ്യമില്ല എന്നൊരു ഉറപ്പാണ്. നിങ്ങളൊന്നിനെ ഓർത്ത് പേടിക്കണ്ട എന്നൊരു ചിന്തയാണ്. കാരണം സമാധാനം നൽകുന്ന ക്രിസ്തുവാണല്ലോ. ആ ഒരു ബോധ്യം നൽകുമ്പോൾ നിങ്ങൾക്കിനിയും മുന്നോട്ട് പോകാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ വല്ലാണ്ട് കഷ്ടപ്പെടുന്ന ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ഈ വാക്കുകൾ ധ്യാനിക്കണം. കാര്യം ഒത്തിരിയേറെ വാക്കുകൾ പറഞ്ഞ ക്രിസ്തു അവസാന നിമിഷം ഈ മാനവരാശിക്ക് നൽകിയൊരു പ്രത്യാശ അതാണ്: ഞാൻ വീണ്ടും വരും. നിങ്ങളുടെ ഉള്ളിൽ സമാധാനം നിറച്ചതുകൊണ്ട് ആ സമാധാനത്തിൽ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും. ഈ യൂറോപ്പിൽ ഓരോ മനുഷ്യരും ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് ക്രിസ്തു ആഗ്രഹിക്കുമ്പോൾ അതേ ആഗ്രഹത്തോടെ ജീവിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടവരല്ലേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.